നമസ്കാരം, സമഗ്രയിലേക്ക് സ്വാഗതം. പാനൂർ യു പി സ്കൂൾ 121 വാർഷികാഘോഷം സംഘടിപ്പിച്ചു. മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. പാനൂർ യു പി സ്കൂളിൽ 121ാമത് വാർഷികാഘോഷവും യാത്രയയപ്പ് സമ്മേളനവും സംഘടിപ്പിച്ചു. കേരള പുരാവസ്തു തുറമുഖ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ചരിത്ര വസ്തുതകളുണ്ട്, സമർത്ഥമാണ് സംഭവം. അതുകൊണ്ടാണ് ഈ 121 വർഷം ആഘോഷിക്കാൻ സാധിച്ചത്. 121 വർഷങ്ങൾ ഈ വിദ്യാലയത്തിലെ ആദ്യകാല വിദ്യാർത്ഥികളായിരുന്നവരൊക്കെ തന്നെ ജീവിതത്തിന്റെ വ്യത്യസ്തമായ സമൂഹങ്ങളിൽ സേവനത്തിലൂടെ രൂപത്തിലും ഭാഗത്തിൽ. അതുകൊണ്ട് തന്നെ ഒരു വിദ്യാലയത്തിൽ ചരിത്രമാണ് നാടിൻ്റെ വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ചരിത്രത്തിൻ്റെ ജീവിതത്തിൻ്റെ സ്പന്ദങ്ങൾ ഉൾക്കൊള്ളുക. വിദ്യാധനം പ്രധാനം നമ്മൾ പഠിപ്പിക്കുകയും ആ വിദ്യാധനത്തിൻ്റെ സാർവത്രികതയും സമഗ്രതയും ജനാധിപത്യവും നിർവഹിച്ച ഒരു സംസ്ഥാനമാണ് കേരളം. അതാണ് കേരളത്തിന്റെ സവിശേഷത. പാനൂർ നഗരസഭാ ചെയർമാൻ KP ഹാഷിം അധ്യക്ഷത വഹിച്ചു. യാത്രയയപ്പ് സമ്മേളനവുമാണ് ഇന്നലെയും ഇന്നുമായി. നാളെ തലമുറകളുടെ സംഗമം ഇവിടെ നടക്കുന്നു. ആരവം 2025 ഈ വിദ്യാലയത്തിലെ വാർഷികാഘോഷ പരിപാടി. പാനൂർ AEO ബൈജു കേളോത്ത് ഉപഹാര സമർപ്പണം നിർവഹിച്ചു. ടീച്ചിംഗ് എയ്ഡ് സംസ്ഥാനതല ജേതാവ് VN രൂപേഷ് മാസ്റ്റർക്ക് ചടങ്ങിൽ അനുമോദനം നൽകി. PTA പ്രസിഡന്റ് K സന്തോഷ്, മദർ PTA പ്രസിഡന്റ് CP സംഗീത, PTA വൈസ് പ്രസിഡന്റ് അഭിലാഷ് VC, മാനേജർ KK രാമചന്ദ്രൻ, സ്റ്റാഫ് സെക്രട്ടറി ദിനേശൻ പാച്ചോൾ എന്നിവർ ചടങ്ങിന് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. നീണ്ടകാലത്തെ സേവനത്തിന് ശേഷം സ്കൂളിൽ നിന്ന് വിരമിക്കുന്ന സംസ്കൃത അധ്യാപകൻ M രമേശൻ മാസ്റ്റർക്ക് ചടങ്ങിൽ യാത്രയയപ്പ് നൽകി. ചടങ്ങിന് ഹെഡ്മിസ്ട്രസ് V ജീജ സ്വാഗതവും സ്കൂൾ ലീഡർ ദേവദത്ത് SR നന്ദിയും പറഞ്ഞു. തുടർന്ന് വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും വിവിധ കലാപരിപാടികളും അരങ്ങേറി. പേരിനൊപ്പം ഈ നാടിന്റെ നൈർമല്യം കൂടി മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട് രാമചന്ദ്രൻ കടന്നപ്പള്ളി എന്ന രാഷ്ട്രീയക്കാരൻ. എടമന UP സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽക്കേ രാമചന്ദ്രൻ KSUക്കാരനായിരുന്നു. മാടായി കോളേജിലെ പഠനകാലത്താണ് പേരിനൊപ്പം കടന്നപ്പള്ളി എന്ന സ്ഥലനാമം വന്നു ചേർന്നത്. സമഗ്ര ന്യൂസ് പാനൂർ.